നമസ്കാരം. ഒരു ഗുണമുള്ള കാര്യം പറഞ്ഞാട്ടെ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടിട്ടുണ്ടോ? പ്ലാസ്റ്റിക് മാലിന്യം. കണ്ടിട്ടില്ലെങ്കിൽ പോട്ടെ. അഥവാ ഇനി കാണുകയാണെങ്കിൽ. അല്ല, നിങ്ങളുടെ വീടിന്റെ പരിസര പ്രദേശങ്ങളിൽ എവിടെയെങ്കിലുമൊക്കെ ഈ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ? നിങ്ങൾക്ക് ഒരു വരുമാനം ഉണ്ടാക്കാനുള്ള മാർഗം കൂടിയാണ്. അതായത് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് നിങ്ങൾ ഫോട്ടോ എടുത്ത് ഒരു നമ്പർ പറഞ്ഞു തരാം, അതിലേക്ക് അയച്ചു കൊടുത്താൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ നിന്ന് നിങ്ങൾക്ക് ചുളുവിന് 2500 രൂപ ഇനി മുതൽ പാരിതോഷികം ലഭിക്കും. അറിഞ്ഞായിരുന്നു? അല്ലെങ്കിൽ ഈ മാലിന്യം വലിച്ചെറിയലുമായി ബന്ധപ്പെട്ട നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ വീടിന്റെ പരിസരത്ത് എവിടെയെങ്കിലുമൊക്കെ പ്ലാസ്റ്റിക് മാലിന്യം കൂട്ടിയിട്ട് കത്തിക്കുന്നത് കണ്ടാൽ ഒന്നും മിണ്ടണ്ട, മൊബൈൽ ഫോൺ അങ്ങോട്ട് എടുക്കുക, മൊത്തം ഷൂട്ട് ചെയ്യുക. ഞാനൊരു വാട്സപ്പ് നമ്പർ അങ്ങോട്ട് പറഞ്ഞുതരാം, അതിലേക്ക് അങ്ങോട്ട് അയക്കുക. ആ അയച്ച മെസ്സേജ് ഏത് പഞ്ചായത്തിലേക്കാണോ, അതായത് സ്റ്റേറ്റ് വൈഡ് തുടങ്ങിയിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പറാണ്, അത് ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് കീഴിലാണ്, അതായത് നിങ്ങൾ ഫോട്ടോ എടുത്തതിന് ശേഷം ഇത് എവിടെയാണ്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തതിന് ശേഷം അത് ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് വരുന്നു. അവർ നടപടി എടുക്കുന്നുണ്ട്. പരാതിക്കാരന്റെ വിവരം പുറത്തു വരത്തില്ല. പോരെ, 2500 രൂപ ചുളുവിന് പോക്കറ്റിൽ ഇരിക്കത്തില്ലേ? എവിടെയെങ്കിലുമൊക്കെ മാലിന്യം വലിച്ചെറിയുന്നത് കണ്ടാലും ഇമാതിരി ഫോട്ടോ എടുത്ത് ദൃശ്യസഹിതം നിങ്ങൾ ആ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു കൊടുത്താൽ, ആ നമ്പർ ഒന്ന് പറഞ്ഞുതരാം, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ, ഗുണപ്പെടും. 94 46 700 800. ഫാൻസി നമ്പറാണ്. 94 46 700 800. ഈ നമ്പർ ഇത് ഫോണിലേക്ക് ഇപ്പൊ തന്നെ അങ്ങോട്ട് സേവ് ചെയ്യാം. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മന്ത്രി MP രാജേഷ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ മനസ്സിലാക്കിയാണ്. കാര്യം ഇതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ ആവശ്യമാണെന്നേ. നമ്മുടെ നാട്ടിൽ ഈ മാലിന്യ പ്രശ്നം കണ്ടില്ലേ? ആമയിഴഞ്ചാൻ തോടിൽ ജോയ് എന്ന ചെറുപ്പക്കാരൻ നമ്മൾ വലിച്ചെറിഞ്ഞ മാലിന്യമാണ് ആ തോടിനകത്ത് കെട്ടിക്കിടന്നത്. അല്ലാതെ ഇവിടെ സർക്കാർ ഉണ്ടാക്കിയ മാലിന്യമോ അല്ലെങ്കിൽ നഗരസഭ ഉണ്ടാക്കിയ മാലിന്യമല്ല, പൊതുജനം സൃഷ്ടിച്ച മാലിന്യമാണ് ഒരു ജീവൻ എടുത്തത്. അപ്പോൾ അത് നിയന്ത്രിക്കേണ്ട ഉത്തരവാദിത്വവും നമ്മളിൽ ഓരോരുത്തരിലും നിക്ഷിപ്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിട്ടുള്ള MP രാജേഷ് ഇതിനെ സംബന്ധിച്ച് ഇന്നിപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, ഈ വാട്സപ്പ് നമ്പർ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട്. എന്തായാലും ആ പോസ്റ്റ് ഒന്ന് കേട്ടോളൂ. മാലിന്യം വലിച്ചെറിയുക, കത്തിക്കുക, മലിനജലം ഒഴുക്കി വിടുക തുടങ്ങിയ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടാറുണ്ടോ? ഇനി അങ്ങനെ ഉണ്ടായാൽ ഒരു ചിത്രമെടുത്ത് ഉടൻ 94 46 700 800 ഈ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക. നടപടി ഉണ്ടാകുമെന്ന് മാത്രമല്ല, നിങ്ങൾക്ക് പാരിതോഷികവും കിട്ടും. മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കേണ്ട പരാതികൾ അറിയിക്കാനാണ് പുതിയ സംവിധാനം ഒരുക്കിയത്. ഇപ്പോൾ എല്ലാ പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റിക്കും ഈ വിവരം അറിയിക്കാൻ നമ്പറുണ്ട്. എന്നാൽ എല്ലാ നമ്പറും ജനങ്ങൾക്ക് അറിയാത്ത പ്രശ്നവുമുണ്ട്. ഈ പ്രശ്നത്തിനാണ് പരിഹാരമായിരിക്കുന്നത്. പൊതുസ്ഥലങ്ങളിലെ മാലിന്യ കൂനകളെ സംബന്ധിച്ച പരാതികളും ഇനി പൊതുജനങ്ങൾക്ക് തദ്ദേശ സ്ഥാപനങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി പരിഹാരം തേടാം. ഇതുവഴി മാലിന്യ പ്രശ്നത്തിൽ ജനകീയ ഓഡിറ്റും സാധ്യമാവും. സംസ്ഥാനത്ത് എവിടെ നിന്നും വാട്സാപ്പിൽ ലഭിക്കുന്ന പരാതികൾ അവയുടെ ലൊക്കേഷൻ മനസ്സിലാക്കി ബന്ധപ്പെട്ട തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് തുടർ നടപടികൾക്കായി കൈമാറുന്നതിനുള്ള സാങ്കേതിക സംവിധാനമാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് വേണ്ടി ശുചിത്വ മിഷനും ഇൻഫർമേഷൻ കേരള മിഷനും തയ്യാറാക്കിയത്. വാട്സപ്പ് നമ്പറിൽ മലിനീകരണം നടത്തുന്ന ആളിന്റെ പേർ, വാഹന നമ്പർ അറിയുമെങ്കിൽ അവയും ഒപ്പം ഫോട്ടോകളും സഹിതം പരാതി അറിയിക്കാം. തുടർന്ന് ലൊക്കേഷൻ വിശദാംശങ്ങളും ലഭ്യമാക്കണം. ഇങ്ങനെ ലഭിക്കുന്ന പരാതികളിൽ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി വികസിപ്പിച്ച വാർ റൂം പോർട്ടലിലൂടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ലഭ്യമാക്കും. മലിനീകരണവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ തെളിവ് സഹിതം റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് നിയമലംഘനത്തിൽ മേൽ ഈടാക്കിയ പിഴയുടെ 25% തുക, പരമാവധി 2500 രൂപ വരെ പാരിതോഷികം നൽകുന്നതിനും വ്യവസ്ഥയുണ്ട്. അതിനാണ് പരാതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നതിനായാണ് സംസ്ഥാന വ്യാപകമായി ഒറ്റ വാട്സപ്പ് നമ്പർ സൗകര്യം ലഭ്യമാക്കുന്നത്. മാലിന്യമുക്തമായ നാട് ഒരുക്കാനുള്ള പരിശ്രമത്തിൽ പങ്കാളിയാകാൻ നിങ്ങളും റെഡിയല്ലേ? റെഡിയാകുന്നേ. ഇതെല്ലാം നമ്മൾ എല്ലാവരും കൂടി ചേർന്ന് അങ്ങ് പരിശ്രമിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. അപ്പോ ചിലർക്ക് ഈ മാലിന്യമൊന്നും ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനായിട്ടുള്ള താല്പര്യം ഉണ്ടാകില്ല. അവർക്ക് ഇത് കൂട്ടിയിട്ട് കത്തിക്കണം. പ്ലാസ്റ്റിക് മാലിന്യം ഇപ്പൊ കത്തിച്ച് അതിന്റെ പുക പുറത്തേക്ക് പോയി ആൾക്കാർക്ക് അസുഖം വരുന്നുണ്ടോ, ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നോ എന്നൊന്നും പ്രശ്നമല്ല. അപ്പൊ അവരുടെ അടുത്തൊന്നും നമ്മൾ ഇനി ഉപദേശിച്ചിട്ട് കാര്യമൊന്നുമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നിയമപരമായിട്ട് ഇതുപോലുള്ള വാട്സപ്പ് നമ്പറിലേക്ക് ഫോട്ടോ എടുക്കുക, ലൊക്കേഷൻ സഹിതം അങ്ങോട്ട് അയച്ചു കൊടുക്കുക. നിങ്ങൾ എന്നിട്ട് നിശബ്ദരായിരിക്കുക. കാര്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ മുറ പോലെ ചെയ്തോളും. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഒരു 2500 രൂപ ക്രെഡിറ്റ് ആയി കിട്ടും. നല്ല പരിപാടിയല്ലേ?
അപ്പോ ഈ നാട് നന്നാക്കാൻ നിങ്ങൾ ഓഡിറ്റിങ്ങിന് ഇറങ്ങുകയാണ്. ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടനടി നിങ്ങൾ മനസ്സിലാക്കുക, 2500 രൂപയുടെ ലോട്ടറിയാണ് ഈ വരുന്നത്. ഫോട്ടോ എടുത്ത് കൃത്യമായി ലൊക്കേഷനും അത് വലിച്ചെറിയുന്ന വണ്ടിയുടെ നമ്പർ ഉൾപ്പെടെ കൊടുത്തു കഴിഞ്ഞാൽ പണി പാലും വെള്ളത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊടുക്കുന്ന ഒരു സന്ദർഭമാണ് വരാൻ പോകുന്നത്. അതാണ് പുതിയ വാട്സ്ആപ്പ് നമ്പർ തുടങ്ങിയിരിക്കുന്നത്. ആ പദ്ധതി വിജയിപ്പിച്ചുകൊണ്ട് ഈ നവകേരളം അതൊരു ശുചിത്വ സുന്ദര കേരളമാക്കി മാറ്റാനുള്ള പ്രയത്നങ്ങൾക്ക് നിങ്ങൾ കൂടി പങ്കാളിയാകണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്.